അശ്വിന് ഐഡിയ ഉണ്ടോ? അശ്വിന്റെ വീട്ടിൽ പുറത്താണ് ഇപ്പൊ? പുറത്താണോ ചോദിച്ചാൽ 3 വർഷമായിട്ട് അങ്ങനെയല്ല, അശ്വിന്റെ ഫാമിലി ഔട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്, പുറത്താക്കിയെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഫാമിലിയുടെ പുറത്തായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. കാരണം ജീവിക്കുന്ന കാര്യമില്ല, യു ആർ നോട്ട് പാർട്ട് ഓഫ് യുവർ ഫാമിലി. അച്ഛൻ, അമ്മ, സിസ്റ്റർ, ബ്രദർ, 4 പേരായി നോർമലി ഫാമിലി. അതെ. അശ്വിൻ 25 വയസ്സ് കഴിഞ്ഞോ, യു ആർ നോട്ട് പാർട്ട് ഓഫ് യുവർ ഫാമിലി. അശ്വിന്റെ ഫാദർ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതിൽ അശ്വിനും ഉണ്ട്, അശ്വിന്റെ അമ്മയുണ്ട്, സിസ്റ്ററും ഉണ്ട്, 4 പേരുണ്ട്. എന്ന് അശ്വിൻ 25 വയസ്സ് തികയുന്നോ, അശ്വിൻ ആ പോളിസിയിൽ പുറത്താണ്. ദാറ്റ് മീൻ യു ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഇൻഷുറൻസ് പോളിസി. അശ്വിന് തനിയെ പോളിസി 25 വയസ്സ് എന്ന് കംപ്ലീറ്റ് ആകുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി സെപ്പറേറ്റ് അശ്വിൻ എടുക്കണം. ഗവൺമെന്റ് തന്നെ പറഞ്ഞ നീ ഫാമിലിയിൽ ഇല്ല, നീ വെളിയിൽ പോയി വേറെ ജോലി ചെയ്ത് ജീവിക്കാനാണ് ഗവൺമെന്റ് പറയുന്നത്. രണ്ടാമത്തത്, അശ്വിന് സാമ്പത്തികപരമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് സംഭവമാണ്, എടുക്കേണ്ട കാര്യമില്ല. കാരണം അശ്വിനെ ഡിപ്പെൻഡ് ചെയ്താണ് അശ്വിന്റെ ഫാദറും മദറും ജീവിക്കുന്നെങ്കിൽ മാത്രം എടുത്താൽ മതി ടേം ഇൻഷുറൻസ്. ടീം ഇൻഷുറൻസ് സിമ്പിളാണ്, പറ്റിപ്പോയാൽ പൈസ കിട്ടും. അശ്വിൻ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അശ്വിൻ കല്യാണം കഴിച്ചാൽ ആദ്യം ടേം ഇൻഷുറൻസ് എടുക്കണം, അതിന് കുട്ടികളുണ്ടാകും അടുത്തെടുക്കണം, രണ്ടാമത്തെ കുട്ടികളുടെ അടുത്ത, അങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം. മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് ക്യാൻസർ കെയർ പോളിസി. അശ്വിന് അറിയാവുന്നറിയില്ല, കേരളത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാൻസർ ഉണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്ന 10 മരണത്തിൽ 2 എണ്ണമെങ്കിലും ക്യാൻസർ മൂലം. ചികിത്സിച്ച് കഴിഞ്ഞാൽ ആളെ കിട്ടത്തുമില്ല, ചികിത്സിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പൊ ക്യാൻസർ കെയർ പോളിസി 50 ലക്ഷം രൂപയ്ക്ക് 10-15,000 രൂപ എടുത്ത് നമുക്ക് കിട്ടും. അതെടുക്കുക.